إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ പ്രിയങ്കരായ വിശ്വാസിനികളെ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂലു യൗമൽ ഖിയാമ, ഉന്നതനും മഹാനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ മനുഷ്യനോട് ചോദിക്കും, യാ ഇബ്ന ആദം മരിൽതു ഫലം തഅദുനി, അല്ലയോ ആദമിൻ്റെ പുത്ര, ഞാൻ രോഗിയായി പക്ഷെ നീ എന്നെ സന്ദർശിച്ചിട്ടില്ല എന്ന്. ഇത് പറയുമ്പോൾ ആ മനുഷ്യൻ പറയും, യാ റബ്ബ് കൈഫ അഊദുക്, അല്ലയോ റബ്ബേ ഞാൻ നിന്നെ എങ്ങനെ സന്ദർശിക്കും, വ അൻത റബ്ബുൽ ആലമീൻ, നീ റബ്ബുൽ ആലമീൻ അല്ലേ, നിനക്കെങ്ങനെ രോഗം വരും, നിന്നെ ഞാൻ എങ്ങനെ സന്ദർശിക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അല്ലാഹു തആല അയാളോട് പറയും, അമാ അലിംത അന്ന അബ്ദി ഫുലാനൻ മരിള ഫലം തഅദുഹു, നീ അറിഞ്ഞില്ലേ എൻ്റെ ഒരു അടിമ രോഗിയായത്, ആ അടിമയെ നീ സന്ദർശിച്ചിട്ടില്ല.
അമാ അലിംത അന്നക ലൗ ഉത്തഹു ലവജത്തനി ഇൻദഹു. നീ അവനെ സന്ദർശിക്കുമായിരുന്നെങ്കിൽ അവന്റെ അടുക്കൽ നിനക്കെന്നെ കണ്ടെത്താമായിരുന്നു. അള്ളാഹു വീണ്ടും പറയും, യാ ഇബ്ന ആദം, അല്ലയോ ആദമിന്റെ പുത്ര, ഇസ്തതഅംതുക, ഞാൻ നിന്നോട് ഭക്ഷണം ചോദിച്ചു, ഫലം തുത്ഇമിനി, നീ എനിക്ക് ഭക്ഷണം ഊട്ടിയില്ല. അപ്പോ ഈ മനുഷ്യൻ പറയും, യാ റബ്ബ്, അല്ലയോ റബ്ബേ, വകൈഫ ഉത്ഇമുക വഅൻത റബ്ബുൽ ആലമീൻ, ഞാൻ നിനക്കെങ്ങനെ ഭക്ഷണം നൽകും, നീ റബ്ബുൽ ആലമീൻ അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളോട് പറയും, അമാ അലിംത അന്നഹു ഇസ്തതമഅക അബ്ദി ഫുലാനുൻ ഫലം തുത്ഇമുഹു, എൻ്റെ ഒരടിമ ഭക്ഷണം ആവശ്യമുള്ളവനായിരുന്നു, അവനെ നീ ഭക്ഷണം മൂട്ടിയില്ല. അതുകൊണ്ട് തന്നെ അമാ അലിംത അന്നക ലൗ അത്അംതഹു ലവജദ്ത ദാലിക ഇൻദി, നീ അവനെ ഭക്ഷണം മൂട്ടുമായിരുന്നെങ്കിൽ നിനക്ക് എന്നെ അവന്റെ അടുക്കൽ കാണാമായിരുന്നു. യാ ഇബ്ന ആദം ഇസ്തസ്തൈതുക ഫലം തസ്ഖിനി, അല്ലയോ ആദമിന്റെ പുത്ര, ഞാൻ നിന്നോട് വെള്ളം ചോദിച്ചു, പക്ഷെ നീ എനിക്ക് വെള്ളം നൽകിയില്ല. അപ്പോഴും ഈ മനുഷ്യൻ പറയും, യാ റബ്ബ് കൈഫ അസ്ഖീക വഅൻത റബ്ബുൽ ആലമീൻ, റബ്ബേ, ഞാൻ നിനക്കെങ്ങനെ വെള്ളം നൽകും, നീ റബ്ബുൽ ആലമീൻ അല്ലേ. അപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളോട് പറയും, എൻ്റെ ഒരു ദാസൻ നിന്നോട് വെള്ളം ചോദിച്ചിരുന്നു, പക്ഷെ നീ അവന് വെള്ളം നൽകിയില്ല. അവന് വെള്ളം നൽകുമായിരുന്നെങ്കിൽ നിനക്ക് എന്നെ ഇവിടെ കാണാമായിരുന്നു എന്നാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഭക്ഷണം ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗിയാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വെള്ളം ആവശ്യമില്ല. എല്ലാ അർത്ഥത്തിലും ഗനിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നാൽ അല്ലാഹ് നമ്മോട് കൽപ്പിച്ച കാര്യങ്ങളാണ് രോഗിയെ സന്ദർശിക്കുക എന്നത്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക എന്നത്, ജനങ്ങൾക്ക് വെള്ളം നൽകുക എന്നത്. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു എന്നല്ലാതെ പലപ്പോഴും മറ്റുള്ളവർക്കും ഭക്ഷണം എത്തിക്കണമെന്ന് പലരും ചിന്തിക്കാറില്ല. അള്ളാന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഭക്ഷണം എന്നുള്ളത്. അല്ലദീ അത്അമഹും മിൻ ജൂ, വിശപ്പിന് പകരം, വിശപ്പിന് അനുഗ്രഹമായി ഭക്ഷണം നൽകിയവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവർക്കും ഭക്ഷണം നൽകുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു എന്നത് മാത്രമല്ല, നമ്മുടെ കുടുംബത്തെ ഭക്ഷിപ്പിക്കുന്നു എന്നത് മാത്രമല്ല, പാവപ്പെട്ടവരായ സാധുക്കളായ ആളുകൾക്കും ഭക്ഷണം എത്തിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹ്ക്ക് ഭക്ഷണം ആവശ്യമില്ല. വഹുവ യുത്ഇമു വലാ യുത്അം, അള്ളാഹു ഭക്ഷണം നൽകുന്നവനാണ്, എന്നാൽ അള്ളാഹ്ക്ക് ഭക്ഷണം ആവശ്യമില്ല. മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ, മനുഷ്യർ അല്ലെങ്കിൽ ജനങ്ങൾ, അള്ളാഹിന്റെ പടപ്പുകൾ, അവരിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉപജീവനവും ഉദ്ദേശിക്കുന്നില്ല. അവർ എന്നെ ഭക്ഷിപ്പിക്കണമെന്നും നാം ഉദ്ദേശിക്കുന്നില്ല എന്ന് അല്ലാഹു പറയുന്നുണ്ട്. എന്നാൽ ഭക്ഷണം നൽകൽ അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിച്ചു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമാ, ഇന്ന് നിങ്ങളിൽ ആരാണ് നോമ്പനുഷ്ഠിച്ചത്? ഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു അന. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ ഇന്ന് നോമ്പുകാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, നിങ്ങളിൽ ഇന്ന് ആരാണ് ഒരു ജനാസയെ അനുഗമിച്ചത്? ഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു അന. അപ്പോഴും അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ ഇന്നൊരു ജനാസയെ അനുഗമിച്ചിട്ടുണ്ട്. മൂന്നാമതായി നബി ചോദിച്ചു, ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, ഇന്ന് നിങ്ങളിൽ ആരാണ് ഒരു മിസ്കീനിന് ഭക്ഷണം ഊട്ടിയത്? ഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു അന. അപ്പോഴും അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ ഇന്നൊരു സാധുവിന് ഭക്ഷണം നൽകിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ചോദിച്ചു, ഫമൻ ആദ മിൻകുമുൽ യൗമ മരീദ,
ഇന്ന് ആരാണൊരു രോഗിയെ സന്ദർശിച്ചത്? ഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു അന. അപ്പോഴും അദ്ദേഹം ഞാൻ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പറഞ്ഞു, മജ്തമഅന ഫിംബ്രിഇൻ ഇല്ലാ ദഖലൽ ജന്ന. ഈ കാര്യങ്ങളെല്ലാം ആരിലെങ്കിലും ഒരുമിച്ച് വന്നാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല എന്നാണ്. വിശ്വാസികളുടെ പ്രത്യേകത എന്താണ്? വയുത്ഇമൂന അത്ആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. ആഹാരത്തോട് പ്രിയമുള്ളതോടൊപ്പം തന്നെ മിസ്കീനിനും യതീമിനും തടവുകാരനുമൊക്കെ ആഹാരമൂട്ടുന്നവരായിരിക്കും അവർ എന്ന് സൂറത്തുൽ ഇൻസാനിന്റെ 8ാമത്തെ ആയത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരാൾ കടന്നു വന്നു. നബിയെ, പട്ടിണിയാണ്, എനിക്ക് ഭക്ഷണം വേണം എന്ന രൂപത്തിൽ നബിയോട് സംസാരിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഅർസല ഇലാ നിസാഇഹി, തൻ്റെ ഭാര്യമാരുടെ അടുക്കലേക്ക് ആളുകളെ പറഞ്ഞയച്ചു. ഫലം യജിദ് ഇൻദഹുന്ന ശൈആ, നബിയുടെ ഭാര്യമാരുടെ വീടുകളിൽ ഒരു വീട്ടിൽ പോലും അവർക്ക് നൽകാൻ ഒരു ഭക്ഷണവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരോട് ചോദിച്ചു, നിങ്ങളിൽ ആരാണ് ഈ മനുഷ്യന് ഇന്ന് ആതിഥ്യമൊരുക്കുക? ഫഖാമ റജുലുൻ മിനൽ അൻസാർ, അപ്പോൾ അൻസാരികളിൽപ്പെട്ട ഒരാൾ എഴുന്നേറ്റെന്ന് പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, നബിയെ, ഇയാളെ ഞാൻ ഭക്ഷണത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാം. അങ്ങനെ ഈ അൻസാരി തൻ്റെ വീട്ടിലേക്ക് ഈ അതിഥിയുമായി കടന്നു ചെന്നു. ഫഖാല ലിംറഅതിഹി, തൻ്റെ ഭാര്യയോട് പറഞ്ഞു, ളൈഫ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് അല്ലാഹുവിൻ്റെ റസൂലിന്റെ അതിഥിയാണ്, അയാൾക്ക് വിരുന്നൊരുക്കണം. ഭാര്യ പറഞ്ഞു, വല്ലാഹി മാ ഇൻദി ഇല്ലാ ഖൂതുസ് സ്വബിയ്യ, ഇല്ല, അല്ലാഹ് തന്നെയാണ് നേര്, നമ്മുടെ കുട്ടികൾക്ക് കഴിക്കാനുള്ള അല്പഭക്ഷണമല്ലാതെ ഇവിടെയൊന്നുമില്ല. അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, എങ്കിൽ നീ കുട്ടികളെ എങ്ങനെയെങ്കിലും ഒന്ന് ഉറക്കണം. അങ്ങനെ ഈ അതിഥിക്ക് മുമ്പിൽ ഉള്ള ഭക്ഷണം വിളമ്പുകയും എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ നേരത്ത് ആ വിളക്കൊന്ന് അണക്കണമെന്ന് ഭാര്യയോട് പറഞ്ഞു. എന്നിട്ട് തൻ്റെ അതിഥിയുടെ മുമ്പിൽ വെച്ച് അതിഥിയുടെ കൂടെ താനും ഭക്ഷണം കഴിക്കുന്നു എന്ന് വരുത്തി തീർത്ത് അങ്ങനെ അതിഥിക്ക് ഭക്ഷണം നൽകിയ അൻസാരിയായ സ്വഹാബി. ഇതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുകയും അല്ലാഹു സന്തോഷം കൊണ്ട് ചിരിക്കുകയും ചെയ്തു എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു. ഫഅൻസലല്ലാഹു അസ്സ വജൽ, അപ്പോൾ അല്ലാഹു ആയത്തിറക്കി, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, സ്വദേഹങ്ങൾക്ക് ഭക്ഷണം ആവശ്യമുണ്ടായിട്ടും ദാരിദ്ര്യമുണ്ടായിട്ടും സ്വന്തത്തെക്കാൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകുന്ന ആളുകൾ എന്ന് പറഞ്ഞവരെ പുകഴ്ത്തിയതായി സ്വഹീഹുൽ ബുഖാരിയിലെ 4889 ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ജനങ്ങൾക്ക് ഭക്ഷണം ഊട്ടുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്വർഗക്കാർ നരകക്കാരോട് ചോദിക്കും, മാ സലകക്കും ഫീ സഖർ, നിങ്ങൾ എന്തുകൊണ്ടാണ് സഖർ എന്ന കത്തിജ്വലിക്കുന്ന നരകത്തിൽ പ്രവേശിച്ചത്? അപ്പോൾ നരകക്കാര് പറയും, ഖാലൂ ലൻ നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ ഭക്ഷണം നൽകിയിരുന്നില്ല, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല. വലൻ നകു നുത്ഇമുൽ മിസ്കീൻ, പാവപ്പെട്ടവർക്ക് ഞങ്ങൾ ഭക്ഷണം നൽകിയിരുന്നില്ല. കേട്ടോ, ജനങ്ങൾക്ക് ഭക്ഷണം നൽകാത്ത ആളുകൾ നരകത്തിൽ പോവാൻ കാരണമായി തീരുമെന്ന് ഈ ആയത്തുകൾ നമ്മെ അറിയിക്കുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അഫ്ശുസ്സലാം, നിങ്ങൾ സലാം വ്യാപിപ്പിക്കണം. വഅത്ഇമുത് തുആം, ഭക്ഷണം ഊട്ടണം. വസിലുൽ അർഹാം, കുടുംബബന്ധം ചേർക്കണം. വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന രാവുകളിൽ നിങ്ങൾ നമസ്കരിക്കുകയും ചെയ്യണം. തദ്ഖുലുൽ ജന്നത ബിസലാം, എങ്കിൽ നിങ്ങൾക്ക് സമാധാനപൂർവം സ്വർഗത്തിൽ പ്രവേശിക്കാം എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം സദ്വൃത്തരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളേവരെയും ഉണർത്തുകയാണ്.
അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് അല്ലാഹു നമുക്ക് നൽകിയ ഭക്ഷണമാകുന്ന അനുഗ്രഹം അത് മറ്റുള്ളവർക്കും പങ്കുവെക്കണമെന്നുള്ള വിഷയമാണ്. വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകാൻ പ്രേരിപ്പിക്കാത്തവരെ പറ്റി ആക്ഷേപിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഊനിൽ പറയുന്നുണ്ട്. ഒരാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുക്കൽ പോയി ഈ സാധുവിന് അല്ലെങ്കിൽ ഈ സാധുക്കൾക്ക് അവരുടെ വീട്ടിൽ ഭക്ഷണം എത്തിക്കണമെന്ന് പറയാൻ പോലും തയ്യാറാകാത്ത ആളുകളുണ്ട്. ഇനി പാവപ്പെട്ടവർക്ക് ആളുകൾ സ്വതക്ക നൽകുമ്പോൾ, അവരെ സഹായിക്കുമ്പോൾ ആ സഹായം മുടക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇപ്പൊ റമദാനാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് മുമ്പിൽ വരാനുള്ളത്. പാവപ്പെട്ടവർക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ അത് കുറേയൊന്നും വേണമെന്നില്ല. ഒരു നേരത്തെ നോമ്പ് തുറക്കുന്ന ഭക്ഷണമെങ്കിലും അവർക്ക് എത്തിക്കുവാൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ അയൽവാസിയായ ഒരു സാധുവിനെ നോമ്പ് തുറയുടെ സമയത്ത് നമ്മുടെ വീട്ടിലേക്കൊന്ന് കൊണ്ടുവന്ന് അയാൾക്കൊരു നേരത്തെ ഭക്ഷണമെങ്കിലും കൊടുക്കാൻ സാധിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇസ്ലാം വളരെ പ്രതിഫലാർഹമായ കാര്യമായിട്ടാണ് പഠിപ്പിക്കുന്നത്. അബൂദർ റളിയല്ലാഹു അൻഹു നബി പറയാം, നീ കറി ഉണ്ടാക്കിയാൽ കറി അല്പം കുറവാണെങ്കിലും അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടാണെങ്കിലും നിന്റെ അയൽവാസിക്ക് നൽകണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഒരു ആട്ടിന്റെ കുളമ്പ് അതെങ്കിലും ദാനം ചെയ്യലോ, അല്ലെങ്കിൽ അയൽവാസി ഒരു ആട്ടിന്റെ കുളമ്പാണ് നമ്മുടെ വീട്ടിൽ സമ്മാനമായി കൊണ്ടുവന്നിരുന്നതെങ്കിൽ അത് സ്വീകരിക്കലോ നിസ്സാരമായ കാര്യമല്ലെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വിശപ്പടക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന രൂപത്തിലുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. സ്വർഗത്തിൽ പ്രത്യേകമായ റൂമുകൾ തന്നെ ഇങ്ങനെ ജനങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന ആളുകൾക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന ഫിൽ ജന്നതി ഖുറഫൻ, തീർച്ചയായും സ്വർഗത്തിൽ ചില റൂമുകളുണ്ട്. തുറാ ളുഹൂറുഹാ മിൻ ബുതൂനിഹാ വ ബുതൂനുഹാ മിൻ ളുഹൂരിഹാ, അതിന്റെ ഉള്ളിൽ നിന്ന് പുറംഭാഗവും പുറത്തു നിന്ന് ഉൾഭാഗവും കാണാൻ കഴിയും. ഫഖാമ അറാബിയുൻ ഫഖാൽ, ഇപ്പോൾ അറാബി എന്നിട്ട് ചോദിച്ചു, നബിയെ ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലെ ആർക്കാണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിമൻ അതാബൽ കലാം, വാക്ക് നന്നാക്കിയവർക്ക്, വഅതഅമത് തുആം, ഭക്ഷണം ഊട്ടുന്നവർക്ക്, വഅദാമ സിയാം, നോമ്പ് പതിവാക്കുന്നവർക്ക്, വസല്ലാ ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന രാവുകളിൽ നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എന്നാണ്. അപ്പോൾ ജനങ്ങൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുക എന്നത് അയാൾക്ക് നോമ്പിന്റെ പ്രതിഫലം കിട്ടുന്നത് പോലെ തന്നെ ഈ നോമ്പ് തുറപ്പിച്ച ആൾക്കും പ്രതിഫലമായി ലഭിക്കാൻ അത് കാരണമായി തീരുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിക്കുന്നുണ്ട്. ഈ റമദാനിന് മുന്നോടിയായി ഈ റമദാനിൽ ഞാൻ ഭക്ഷണം നിയന്ത്രിക്കും, അഥവാ റമദാനിന്റെ നോമ്പ് തുറ സമയത്തും മറ്റും ഞാൻ സാധാരണ കഴിക്കുന്ന അത്ര കഴിക്കുകയില്ല. ആ ചെലവ് അതിലൊരു വിഹിതം പാവപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കുമെന്ന് തീരുമാനിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു നമുക്കെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. രോഗികൾക്ക് അല്ലാഹു തആല സമ്പൂർണ്ണമായ ശിഫാഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടവരുടെ ഖബറിടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا تقبل منا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات. اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين وأذل الشرك والمشركين وأذل الشرك والمشركين. آمين آمين برحمتك يا أرحم الراحمين. صلى الله على محمد وعلى آل محمد
വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.